നമസ്കാരം. നക്ഷത്രരാശിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ശത്രുഗ്രഹങ്ങളെന്നും പരസ്പരം ശത്രുതയുള്ള ഗ്രഹങ്ങളെന്നും പരസ്പരം മൈത്രീഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെന്നുമൊക്കെ ജ്യോതിഷത്തിൽ ചില സിദ്ധാന്തങ്ങളുണ്ട്. വ്യാഴത്തിൻ്റെ അടുത്ത ബന്ധുവാണ് ചൊവ്വ. ചൊവ്വയുടെ അടുത്ത ബന്ധുവാണ് സൂര്യനും ചന്ദ്രനും. എന്നാൽ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ശുക്രൻ. ശുക്രൻ്റെ ശത്രുവാണ് ആദിത്യൻ, അല്ലെങ്കിൽ ശനിയുടെ ശത്രുവാണ് സൂര്യൻ. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ക്രമങ്ങളുണ്ട്. ഇത് ബേസിക്കലി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ജ്യോതിഷത്തിലെ ചില സിദ്ധാന്തങ്ങളിൽ പെടുന്നതാണ്. എന്നാൽ ഒരു ഗ്രഹനിലയിൽ ഒരു പാപഗ്രഹവും ഒരു ശുഭഗ്രഹവും അടുത്തടുത്ത രാശികളിൽ നിന്നാൽ അവർ തൽക്കാലത്തേക്ക് മൈത്രീഭാവത്തിലാകുന്നു എന്ന് പറയാറുണ്ട്. ഇതും ജ്യോതിഷത്തിലെ സിദ്ധാന്തങ്ങളിൽ പെടുന്നതാണ്. തൽക്കാലം മാത്രമാണ് ആ ഗ്രഹനിലയിൽ, ആ അവസ്ഥയിൽ. സൂര്യൻ്റെ അടുത്ത് ശനി നിൽക്കുകയാണെങ്കിൽ, ഒരേ രാശിയിലല്ല തൊട്ടടുത്ത രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ ശത്രുതാഭാവമൊക്കെ മറന്ന് പരസ്പരം മൈത്രി ബന്ധത്തിലാവും എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹനിലയിൽ ശനിയുടെ ദശയിൽ സൂര്യൻ്റെ അപഹാരമോ അല്ലെങ്കിൽ സൂര്യദശയിൽ ശനിയുടെ അപഹാരമോ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വേണം ദോഷങ്ങളെയും ഗുണങ്ങളെയും ഒക്കെ നമുക്ക് ജ്യോതിഷത്തിൽ വിചിന്തനം ചെയ്യാൻ. അടിസ്ഥാന സിദ്ധാന്തങ്ങളും അതുപോലെ അടിസ്ഥാന തത്വങ്ങളുമൊക്കെ ഓരോ ഗ്രഹനില അനുസരിച്ച് മാറി മറിയും. ഇനി നമുക്ക് ഡിസംബർ 31 മുതൽ ജനുവരി 2024 ജനുവരി 6 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 11 ശനി നിൽക്കുന്നു. ജന്മത്തിൽ വ്യാഴം, 12ാം ഭാവത്തിൽ രാഹു, 6 കേതു, അഷ്ടമത്തിൽ ശുക്രനും ബുധനും, 9 സൂര്യനും ചൊവ്വയും നിൽക്കുന്നു. ഇതാണ് അവരുടെ ഒരാഴ്ചത്തെ ഗ്രഹനില. സ്വാഭാവികമായും ശനി 11 നിൽക്കുന്നത് കൊണ്ട് ഇഴഞ്ഞാണെങ്കിലും സാമ്പത്തിക നില ഏകദേശം അവരുടെ കയ്യിൽ ഭദ്രമാകും. കിട്ടിയില്ല എന്ന് തോന്നും, പക്ഷേ കിട്ടുമെന്ന് തോന്നും, പക്ഷേ കിട്ടിയില്ല. ഇങ്ങനൊരവസ്ഥയുണ്ട്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഈ ഒരു അമാന്തമോ പ്രശ്നമോ ഈ ആഴ്ചയിലും ചെറിയ തോതിൽ അവരെ പിന്തുടരാം. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും, അത് മക്കളുടെ ആവാം, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ആകാം, അതല്ലെങ്കിൽ അവരുടെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിലായാലും, അല്ലെങ്കിൽ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട പരീക്ഷകളിലോ മറ്റു മത്സരങ്ങളിലോ ആയാലും, യാത്രയുടെ കാര്യത്തിലായാലും, അതും ജോലി സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ആവണം, അതുമായി ബന്ധപ്പെട്ടും വളരെ ത്വരിതഗതിയിൽ കാര്യങ്ങൾ നടക്കും എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതിൽ സന്തോഷിക്കാനും അഭിമാനിക്കാനും വക കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഗുരുസ്ഥാനീയരായി കാണുന്ന വ്യക്തികളോ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ള കുടുംബത്തിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട പിതാവിന് സമാനരായ ആൾക്കാരോ, പിതാവോ അല്ലെങ്കിൽ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകാരിക പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ നേരിടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ മനോവിഷമം നേരിടുകയും ചെയ്യാം. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അത് ഔദ്യോഗികമായി വിദേശ സംബന്ധമായ യാത്രയല്ല, നാട്ടിൽ തന്നെയുള്ള ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരാം. ചില പ്രവർത്തനങ്ങളെയും അത് ബാധിച്ചു എന്നിരിക്കാം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ചിലപ്പോൾ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ ചില കൂട്ടു ബിസിനസ്, അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സിൽ മനസ്സിനോട് ചേർത്ത് നിർത്തുന്ന ചില സൗഹാർദ്ദങ്ങളിലുമൊക്കെ ഈ ഒരു അവസ്ഥയുണ്ടാകാം. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചകളിൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ടത്, ശുക്രൻ്റെ മാറ്റത്തോടു കൂടിയേ ഈ കാര്യങ്ങൾക്ക് മാറ്റം വരികയുള്ളൂ. വളരെ പെട്ടെന്ന് ചില വീട്ടുസാമാനങ്ങൾ വാങ്ങാനോ വീട്ടിൽ ചില പറ്റകുറ്റപ്പണികൾ നടത്താനോ സാധ്യതയുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടും ചില അസ്വാരസ്യങ്ങളോ അതൃപ്തികളോ ഉണ്ടാകാം. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായും അത് മാറണമെന്നില്ല. തൽക്കാല ശാന്തിക്ക് എന്തെങ്കിലും ഒരു തൃപ്തി ഉണ്ടാകുമെന്ന് മാത്രമേ കരുതാനാകൂ. പൊതുവേ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ ചില നീക്കുപോക്കുകൾ നടക്കുമെന്നുള്ളതാണ് ഈ ആഴ്ചത്തെ മറ്റൊരു പ്രത്യേകത. സാമ്പത്തികമായിട്ട് ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇഴഞ്ഞാണെങ്കിലും അവരുടെ സാമ്പത്തികാവസ്ഥ ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിൽ ഒപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ജനുവരി മാസം ഫെബ്രുവരി മാസമൊക്കെ കഴിഞ്ഞ് മാർച്ച് അവസാനത്തോടു കൂടി മാത്രമാണ് മേടക്കൂറിന് സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ടാകുന്നത്. പിന്നെ ശുക്രൻ 9 പോകുന്ന ജനുവരി 15 ശേഷവും സാമ്പത്തികമായ നേട്ടം കാണുന്നു. അപ്പോൾ ജനുവരിയിലെ ഈ 6-ാം തീയതി വരെയുള്ള ആഴ്ച ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് അവർക്ക് ഞെരുങ്ങലോ പ്രതിബന്ധങ്ങളോ ഉണ്ടാകില്ലെങ്കിലും ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്.
യാത്രയും അതുപോലെ തദ്ദേശ നാട്ടിൽ സ്വന്തം നാട്ടിൽ നടക്കുന്ന യാത്രകൾക്ക് ചെറിയ തടസ്സമുണ്ടാകുന്നു. പിതാവിനോ പിതൃസമാനരായ ആൾക്കാർക്കോ ഗുരുസ്ഥാനീയർക്കോ ചെറിയ പ്രശ്നങ്ങളോ സാമ്പത്തികമായ പ്രശ്നങ്ങളോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നു. മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും പഠന സംബന്ധ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും തന്നെ കാണുന്നില്ല. അതിൽ ഉയർച്ചയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മാത്രമാണ് ചിലപ്പോൾ ചില കാലതാമസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. കണ്ടകശനിയുടെ ഒരു ആഴം ഇവരെ തൊഴിൽ സംബന്ധമായ മേഖലകളിൽ ഇപ്പോഴും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കാണാം. 11ാം ഭാവത്തിലേക്ക് വന്ന രാഹു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന മാർഗം ഇവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊരു പക്ഷേ മറ്റുള്ളവർ അപഹാസ്യമായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തീരെ വിലയില്ലാത്തതോ ഒക്കെ ആയെന്ന് തോന്നിയേക്കാം. എന്നാലും സ്വന്തം നിലയിൽ ചില സാഹസിക തീരുമാനങ്ങളോ അതുവരെ എടുക്കാത്ത ചില തീരുമാനങ്ങളോ ഒക്കെ ആയിരിക്കാം ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വഴികാട്ടിയായി മാറുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും തെറ്റൊന്നും കാണുന്നില്ല. സ്വന്തം ധാർമ്മിക ബോധവും സ്വന്തം നീതിബോധവും നഷ്ടപ്പെടാതെ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും ഈശ്വരൻ്റെ കണ്ണിൽ ദോഷമൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ അടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് രാഹുവിൻ്റെ 11ാം ഭാവത്തിലെ നില. എന്തായാലും 11ലെ നില രാഹു അവർക്ക് സാമ്പത്തികമായ നേട്ടം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റൊന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള അവശതയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അരയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ മാറിക്കിട്ടുന്നു. 7ാം ഭാവത്തിലെ ശുക്രൻ അവർക്ക് എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഗുണം കൊടുക്കും. കുടുംബത്തിൽ കൂടുതൽ ചേർന്ന് നിൽക്കാനും കുടുംബത്തോട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ഉള്ളൊരവസരം കാണുന്നുണ്ട്. വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങുക, വീട്ടു സാമാനങ്ങൾ വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. പുതിയ വാഹനം, ചിലപ്പോൾ പുരസ്കാരമായോ മറ്റോ പുതിയ വാഹനമോ അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വസ്ത്രവും മറ്റ് IT മേഖലയിൽപ്പെട്ട സാധനങ്ങളുമൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടാൻ, പുരസ്കാരമായി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ തന്നെ കണ്ണ്, ഹൃദയം, അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ അവസ്ഥകൾ ഇതൊക്കെ ദോഷമാകാനൊരു ഇടയുണ്ട്. പ്രത്യേകിച്ച് പിതാവിനും ദോഷം കാണുന്നു. അതുപോലെ തന്നെ ശാരീരികമായ അവശത എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തെയും കണ്ണിനെയും ഞരമ്പ് സംബന്ധമായ ഭാഗങ്ങളെയുമാണ് കൂടുതൽ ബാധിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. വളരെ നേരത്തെ ഉണ്ടായിരുന്ന അസുഖം പെട്ടെന്ന് വർദ്ധിക്കുന്നതോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചില അസുഖമോ അവസ്ഥയോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. എന്നാലും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാൽ ഈശ്വരാധീനം ഇതിൽ നിന്നൊക്കെ ഇവരെ രക്ഷപ്പെടുത്തുമെന്ന് തന്നെ കരുതണം. 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അധിക ചിലവ് വരുത്തുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷേ ഈ അധിക ചിലവെന്ന് പറയുന്നത് 7ൽ നിൽക്കുന്ന ശുക്രൻ ഇപ്പോൾ അവർക്ക് 15ാം തീയതി വരെയും സാമ്പത്തികമായ ഗുണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 6ാം തീയതി വരെയുള്ള ആദ്യത്തെ ആഴ്ചയിൽ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിലും അതിനൊരു ചിലവും കാണുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം മറക്കാതിരിക്കുക. അത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ മികവുണ്ടാകാനായിട്ടും പണം മുടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച താരതമ്യേന സാമ്പത്തികമായും പ്രവർത്തനപരമായും ഒക്കെ ഗുണമായിട്ടാണ് കാണുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവരും രക്തബന്ധുക്കൾക്കും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വേണം സൂക്ഷിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിലെ ശനിയും 10ലെ രാഹുവും 4ൽ നിൽക്കുന്ന കേതുവും 11ലെ വ്യാഴവും തീർച്ചയായിട്ടും ഗുണത്തെ കൊടുക്കണം. 10ൽ നിൽക്കുന്ന രാഹു അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടോ ഫാർമസിയുമായി ബന്ധപ്പെട്ടോ രോഗികളെ പരിചരിക്കുന്ന വിഭാഗം, അത് ഡോക്ടർ, നഴ്സ്, ഈ വിഭാഗത്തിൽ പാരാമെഡിക്കൽ വകുപ്പ്, ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊന്നും ദോഷം കാണുന്നില്ല, അവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി, തങ്ങളുടേതായ ബുദ്ധിപരമായ കഴിവുകൾ അർപ്പിക്കുന്നവർക്ക് കൂടുതൽ ഗുണം കാണുന്നുണ്ട് ഈ ഒരാഴ്ച.
എന്നാൽ മാതാവിന് നേരിയ അവശതയോ കുടുംബത്തിൽ ചെറിയ കലഹമോ കുടുംബത്തിൽ തങ്ങളെക്കുറിച്ചുള്ള ധാരണകൾക്ക് ചില മായാ അവസ്ഥകൾ ഉണ്ടാവുകയോ ചെയ്യാം. ധാരണകൾ തെറ്റായി മാറാം. തെറ്റിദ്ധാരണകൾ തങ്ങളെക്കുറിച്ച് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ വീടും പരിസരവും മലിനമായി പോകുന്നതിൻ്റെയോ അദൃശ്യമായ മലിന ശക്തികളുടെ ഇടപാട് കാരണം ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വീടും പരിസരവും പരിപൂർണമായി പരിശുദ്ധമാക്കി വയ്ക്കാനുള്ള ഒരു ശ്രമം ഈയൊരു ആഴ്ച ഇവർ നടത്തണം. മറ്റൊന്ന്, 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തികമായിട്ട് ദോഷമൊന്നും വരുത്തുന്നതായിട്ട് കാണുന്നില്ല. ഏതു വിധേനയും അവരുടെ കർമ്മരംഗത്തിൽ നിന്നായാലും അതല്ലെങ്കിൽ മറ്റ് സൈഡായിട്ടുള്ള, അതായത് സമാന്തരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അത് പഠനത്തിനായാലും ജോലിക്കായാലും അതല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടി ആയാൽ പോലും അത് വിജയകരമായി പൂർത്തിയാക്കപ്പെടുമെന്ന് കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ദോഷം കാണുന്നില്ല. പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. അതല്ലെങ്കിൽ തങ്ങളെ ഈ ജീവിതത്തിൻ്റെ മുകളിലേക്ക് ഉയർത്താൻ സഹായിച്ച രക്ഷാകർതൃസ്ഥാനത്തുള്ള ഏത് വ്യക്തികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് വൈകാരികമായി തങ്ങൾക്ക് കൂടുതൽ തങ്ങളെ ചേർത്ത് നിർത്തുകയോ തങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയോ ചെയ്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ അകൽച്ചകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ധനാഗമ മാർഗ്ഗങ്ങളിലും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്നാലും വ്യാഴത്തിൻ്റെ നില സാമ്പത്തികമായ ഭദ്രത ഇവരിൽ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനും കുടുംബത്തിലെ ചില ബന്ധങ്ങളിലെ അകൽച്ചകളും അസ്വാരസ്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങളിൽ ഇടപെടുക. ജീവിത പങ്കാളിക്ക് അപകട സാധ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലഹമോ മൂലം പിരിഞ്ഞിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ശാരീരികമായ അവശതയോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കരുതലോടുകൂടി ഇരിക്കുക, പ്രാർത്ഥിക്കുക. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, 1, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. കർക്കിടക രാശിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി എന്ന് പറയുന്ന തടസ്സക്കാരനായ ശനിയുടെ നിൽപ്പ് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ആദ്യം ഒരു തടസ്സമോ പ്രശ്നമോ മനപ്രയാസമോ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. 9ലെ രാഹുവും ഭാഗ്യത്തിന് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം എന്ന് പറയുമ്പോൾ അത് ഗുണം എന്നുള്ളതല്ല, ഒരുപക്ഷെ മനസ്സിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും എതിർത്തു നിൽക്കാനുള്ള ശക്തിയും ഊർജ്ജസ്വലതയുമാണ് 3ലെ കേതു ഇവർക്ക് സമ്മാനിക്കുന്നത്. സഹോദരന്മാരിൽ നിന്നോ അതുപോലെ നിലനിൽപ്പുള്ള അതുപോലെ വിലപിടിപ്പുള്ള ബന്ധങ്ങളിൽ നിന്നോ ഇവർക്ക് ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹകരണാടിസ്ഥാനത്തിലുള്ള സഹായമോ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ ആത്മമിത്രങ്ങൾക്ക്, അതുമല്ലെങ്കിൽ അടുത്ത രക്തബന്ധുക്കൾക്ക് ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തുചാട്ടവും പെട്ടെന്നുള്ള വികാരാധിക്യത്താൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ഈ ഒരു ആഴ്ചയിൽ നല്ലതായിട്ട് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അൾസറും അതുപോലെ അജീർണവും, അതായത് ഈ ദഹനക്കേടിന് പേരുകേട്ടവർ അല്ലെങ്കിൽ ദഹനക്കേടിൻ്റെ അസുഖമുള്ളവർ, അവർക്കെല്ലാം തന്നെ ഈ ആഴ്ചയിൽ അതൊന്ന് മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ ചെയ്യുക, മരുന്നുകൾ കഴിക്കുക എന്നുള്ളിടത്താണ്. ചില ശത്രുക്കൾ തങ്ങളുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ഒരാഴ്ച കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലും വളരെ നയപരമായ സമീപനങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും നല്ലത്. യാത്ര ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. എന്നാൽ മറ്റു ഗുണങ്ങൾ, പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന ചില വിജയം ഈശ്വരാധീനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടതിന് ഒടുവിൽ മാറ്റമുണ്ടാവുകയും അതിൽ വിജയമുണ്ടാവുകയും ചെയ്യുന്നു കാണുന്നു. സാമ്പത്തികമായ നേട്ടം തീർച്ചയായിട്ടും ഇവർക്കുണ്ട്. വലിയ തോതിൽ ഉണ്ടാകില്ലെങ്കിലും കൃത്യം കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിൽ സാമ്പത്തികമായൊരു ഭദ്രത ഇവർക്കുണ്ടാകും. ഭാഗ്യക്കേടിൻ്റെ ഒരു ആഴ്ച ഈ ആഴ്ചയും ഉണ്ട്, ഈശ്വരാധീനവുമുണ്ട്. അപ്പോൾ ഏകദേശം സമമാണ് ഭാഗ്യദോഷങ്ങൾ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 3, 4 ആണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 2ാം ഭാവത്തിലെ കേതു ദോഷമാണ് ചെയ്യുന്നത്. ഗുണം എന്ന് പറയാൻ 9ൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും
ഒക്കെയാണ് ഇവരെ സംബന്ധിച്ച് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവങ്ങളിൽ ശുക്രനും ബുധനും അതുപോലെ തന്നെ ആത്മീയ ഭാവങ്ങളിൽ, അതായത് ത്രികോണസ്ഥാനങ്ങളിൽ വ്യാഴത്തിൻ്റെയും നില ഇവർക്ക് ഗുണത്തെ കൊടുക്കും. ഈശ്വരാധീനം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത, തൊഴിലിടങ്ങളിൽ തങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ സാധിക്കുന്നു, ക്രിയാത്മകമായി അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായി ഇടപെടാൻ സഹായിക്കുന്നു ഇവരെ ഈ ഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഉയർച്ചയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ നല്ല രീതിയിൽ വ്യാപരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അത് സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത കാണുന്നു. ഒരുപക്ഷെ ആലസ്യത്തിലോ തണുത്തോ പോയ ബന്ധങ്ങൾ വീണ്ടും സജീവമാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സന്തോഷമുണ്ടാകുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു. മാതാവുമൊത്ത് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും വിളയാടുന്നതായിട്ട് കാണാം. 5ാം ഭാവത്തിലെ സൂര്യനും ചൊവ്വയും ഒരുമിച്ചുള്ള നിൽപ്പ് അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചാണ് അത് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ ഹൃദയവും അതുപോലെ അപ്പർ അബ്ഡമിനും ഭാഗം, അതായത് ഈ ഡയഫ്രത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പെയിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ആകാം. എന്നാലും അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ വരുത്തുക. യാത്ര ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വർത്തമാനം കേൾക്കാൻ സാധിക്കും. ഓർക്കുക, 7ാം ഭാവത്തിലെ ശനി കണ്ടകനാണ്. കണ്ടകശനി കുടുംബ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വിഷമയമായ വസ്തുക്കൾ ശരീരത്തിൽ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യത, അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പാമ്പ് തുടങ്ങിയ ഇഴജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, 1, 2, 5, 6 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിൽക്കുന്നു. ഏപ്രിലിന് ശേഷം മാത്രമേ വ്യാഴത്തിന് മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ പൊതുവെ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതി കൂടി കണക്കിലെടുത്ത് വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളുടെ നില അത്ര നല്ലതല്ല. 6ാം ഭാവത്തിലെ ശനി ഗുണകരമാണ്. 7ൽ നിൽക്കുന്ന രാഹു, ജന്മത്തിൽ നിൽക്കുന്ന കേതു, 3ൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും, 4ാം ഭാവത്തിലെ ചൊവ്വയും സൂര്യനും ഇതൊന്നും അത്ര ഗുണകരമായ ഒരു അവസ്ഥയല്ല കാണിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപഹാരമോ ഛിദ്രമോ അല്ലെങ്കിൽ ദശയോ ഗുണകരമാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഗ്രഹനില അനുസരിച്ച് ഇവർക്ക് ഗുണവും ദോഷവും ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ദോഷാധിക്യം വർദ്ധിക്കാം. എന്നാലും ചന്ദ്രൻ്റെ നിലകൾ മാത്രം എടുത്ത് ചിന്തിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിൽ ചില സാമ്പത്തികമായ, പ്രത്യേകിച്ചും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സാമ്പത്തികമായി അധിക ചെലവ് കാണുന്നുണ്ട്. ആഴ്ചയുടെ മധ്യത്തിലെ 2 ദിവസം ബുധനും വ്യാഴവും മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാവുക. അത് സാമ്പത്തിക നേട്ടത്തിൻ്റെ ഗുണവും തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തങ്ങളുടെ കർമ്മരംഗത്തുള്ള തങ്ങളുടെ ഗുണം കാരണം അല്ലെങ്കിൽ കർമ്മരംഗത്തുള്ള തങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പുതിയ വ്യക്തികൾ തങ്ങളെ സമീപിക്കാം. അങ്ങനെ ചില പ്രോജക്റ്റുകളിൽ അവർക്ക് പുതുതായിട്ട് ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ മുന്നിൽ പലരും ഇഷ്ടപ്പെട്ടു വരുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. എന്നാൽ ഈ അമിതാഹ്ലാദം ഒരിക്കലും തങ്ങളുടെ വാക്കുകളിൽ അഹങ്കാരത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു വിജയത്തിൻ്റെയോ ധ്വനിയായി സൂചിപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങളോ വഴക്കുകളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അരക്കെട്ട്, തൊണ്ട ഈ ഭാഗങ്ങളിൽ അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈനസൈറ്റിസ് ഉള്ളവർക്ക് ജലജന്യമായ ദോഷമാവാം കൂടുതൽ വരാൻ സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4 ആണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വളരെ അനുകൂലമായ നിലയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലം ഈ തുലാക്കൂറുകാർക്ക് ദോഷങ്ങളുണ്ടായിരുന്നു. അതൊക്കെ 2023 ജനുവരിയിൽ തന്നെ കണ്ടകശനി മാറി. ശനി 5ലാണ് സഞ്ചരിക്കുന്നത്. 5ലെ ശനി പഞ്ചമശനി എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 4ൽ നിന്ന് 5ലേക്ക് വരുമ്പോൾ 4ലെ ദോഷാധിക്യം ഉണ്ടാവില്ല. 5ൽ കുറച്ച് സ്മൂത്ത്നെസ് ഉണ്ടാകുമെന്നേ ഉള്ളൂ. എന്നാലും ഭാഗ്യത്തിന് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിക്കുന്നു വ്യാഴത്തിൻ്റെ നില. വ്യാഴം 7ൽ നിന്നുകൊണ്ട് സർവത്ര അഭീഷ്ടമാണ് അവർക്ക് സമ്മാനിക്കുക. 6ൽ നിൽക്കുന്ന രാഹുവും താരതമ്യേന ഗുണമാണ് ചെയ്യുക. ഉദരരോഗം
ഒരു പ്രശ്നമായി വന്നേക്കാമെങ്കിൽ പോലും പൊതുവെ 6-ലെ രാഹു ഇവർക്ക് കടബാധ്യതയിൽ നിന്നും മോചനവും ശത്രുക്കളിൽ നിന്നും മോചനവും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഭൂതകാലത്തിൽ അതിൽ നിന്നൊരു മാറ്റം, ആ തടസ്സം മാറി കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് രാഹുവിൻ്റെ നില. എന്നാൽ 12-ൽ നിൽക്കുന്ന കേതു അധിക ചെലവ് വരുത്തുമെന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ മനസ്സിൻ്റെ നില വിട്ട് പെരുമാറുന്നതിനാൽ ചിലപ്പോൾ ആസൂത്രണങ്ങൾ തെറ്റാം. മോഹാവേശത്താൽ പലതും ഒന്നുകിൽ ഓവറാകാം, അല്ലെങ്കിൽ അത് ശരാശരിക്കും താഴെയായി പോകാം. അങ്ങനെയുള്ളൊരു പ്രശ്നം കിടപ്പുണ്ട്. എന്നാൽ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ നില പലപ്പോഴും ഇവരെ പല അറ്റകുറ്റപ്പണികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമൊക്കെ കൈപിടിച്ച് കരകയറ്റുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ 7-ലെ നില തന്നെയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരം. ജീവിത പങ്കാളിയിൽ നിന്ന് സമാധാനവും സന്തോഷവും സഹായവും ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നുമൊക്കെ ധനപരമായ സഹായവും ഇവരെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ബിസിനസ് ആയാലും തൊഴിലിലായാലും അവരുടെ സഹകരണം ആത്മാർത്ഥമായും ലഭിക്കുന്നതുകൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരിൽ ആവേശവും അതുപോലെ നന്മയും പകർത്തുന്നതിനാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് തങ്ങളുടെ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ അനുമോദനങ്ങളും ആനന്ദവും സന്തോഷവുമൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി നല്ല ഭദ്രതയുണ്ടാകുന്നു. കുടുംബത്തിൽ നല്ല രീതിയിൽ ചിലവാക്കാനൊക്കെ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ്. ഉന്മേഷപരമായ ഒരു ജീവിതം തന്നെയാണ് ഈ ആഴ്ച ഇവർക്ക് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31, 1, 2, 5, 6 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ കണ്ടകശനിയുടെയും 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷമുണ്ട്. 11-ൽ നിൽക്കുന്ന കേതുവും ജന്മത്തിലെ ശുക്രൻ്റെയും ബുധൻ്റെയും നില ഇവർക്ക് തീർച്ചയായും ഗുണകരമാണ്. 11-ൽ നിൽക്കുന്ന രാഹു വിദേശത്തിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. മറിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിദേശ നിക്ഷേപം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് പ്രശസ്തമായ കമ്പനികളിലോ പ്രസ്ഥാനങ്ങളിലോ സ്ഥാപനങ്ങളിലോ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വൈദേശികമായ ബന്ധമുള്ള ഒരു പ്രവർത്തനം തങ്ങളിലേക്ക്, ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും ബുധനും ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് ഇവരുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുന്നു, കൂടുതൽ അത് ഉപയുക്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രവർത്തന മേഖലയെ കൂടുതൽ പ്രകാശമാനമാക്കാൻ സഹായിക്കുന്നതാണ്. 2, ശുക്രൻ്റെ സാന്നിധ്യം ജന്മത്തിലുള്ളതിനാൽ തങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ശാരീരിക വ്യക്തിത്വം വർദ്ധിക്കുന്നു. സുന്ദരനോ സുന്ദരിയോ ആകാം കൂടുതലായി, അതല്ലെങ്കിൽ വ്യക്തിത്വത്തിന് മൊത്തത്തിൽ ഒരു പ്രഭാവം വർദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും മേലധികാരികളുടെ ഇടയിലും തങ്ങളുടെ പ്രതിച്ഛായ നന്നായി ശോഭിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതൊരു പക്ഷേ നല്ലൊരു ഗുണമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നിലയും പ്രവർത്തന മേഖലയും ഇവർക്ക് കൂടുതലായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു. കൂടുതൽ നല്ലതാണ് ഈ ആഴ്ച, അതുകൊണ്ട് ദോഷമില്ല. വാക്ക് സൂക്ഷിക്കുക. തങ്ങളുടെ വാക്കുകൾ അഹങ്കാരത്തിൻ്റെതായ ധ്വനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുഖത്തോ പല്ലിനോ മോണയ്ക്കോ ചുണ്ടിനോ കണ്ണിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. വാക്കും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയും വ്യാഴം 6-ൽ നിൽക്കുന്നതും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31, 1, 2, 3, 4 നല്ല ദിവസങ്ങളാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് വ്യാഴം 5-ലാണ്, രാഹു 4-ലാണ്, 10-ാം ഭാവത്തിലാണ് കേതു, ശനി 3-ലാണ്. 3-ലെ ശനി ഗുണം ചെയ്യും, 5-ലെ വ്യാഴവും ഗുണം ചെയ്യും. പക്ഷേ 4-ൽ നിൽക്കുന്ന രാഹു കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗമോ മറ്റ് അസ്വസ്ഥതകളോ മിഥ്യാധാരണകളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് ദോഷമുണ്ടാകാം. വാഹനവുമായി ബന്ധപ്പെട്ടും വളരെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് കാണുന്നു. വാഹനം ഉപയോഗിക്കുമ്പോൾ അങ്ങേയറ്റം കരുതലെടുക്കുക. സ്വന്തം വാഹനത്തിലെ ദൂഷിതമായ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ അത് നേരാംവണ്ണം സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമോ ഇഴജന്തുക്കളുടെയോ മറ്റു ക്ഷുദ്രജീവികളുടെയോ സാന്നിധ്യമോ ഒക്കെ അപകട സാധ്യതകൾ വിളിച്ചു വരുത്തുന്നുവെന്ന് കാണിക്കുന്നു. 10-ാം ഭാവത്തിലെ കേതു തൊഴിൽ രംഗത്ത് എന്തോ ചില നെഗറ്റിവിറ്റികൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ചില സഹപ്രവർത്തകരുടെ അസാന്നിധ്യമോ ചില സഹപ്രവർത്തകരുടെ നെഗറ്റീവ് മെൻറ്റാലിറ്റിയോ ആപ്റ്റിറ്റ്യൂഡോ ആ മനോനിലകളോ ഈ വ്യക്തികളെ, ഈ നക്ഷത്രക്കാരെ അവരുടെ പ്രവർത്തന രംഗത്ത് നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യത കാണുന്നു.
എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ദോഷം കാണുന്നില്ല. കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ ആയിട്ട് ധാരാളം പണം ചെലവഴിക്കുമെന്ന് കാണുന്നു. പണം അല്പം ധൂർത്തായിട്ട് ചെലവഴിച്ചാലും ഉടനെ ലാഭം കിട്ടില്ലെങ്കിലും അത് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടായി മാറുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ഗുണകരം തന്നെയാണ്. കാശ് കൂടുതൽ വരും, അതനുസരിച്ച് ചിലവാകുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഈ ആഴ്ചയിലെ ഇവരുടെ ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 5ലോട്ടാണ് അതിൻ്റെ പോക്ക്. സ്വാഭാവികമായും ഭാഗ്യം പതുക്കെ തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇവർക്ക്. അതുപോലെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരുന്ന ആലസ്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുകയും മനസ്സ് സജീവമാകുകയും ചെയ്യുന്നു. മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ശരീരം സ്വാഭാവികമായി അതിനെ പിന്തുടരും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ കൂടുതൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരാഴ്ചയാണ്. 11ലെ ശുക്രനും ബുധനും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ്. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്, യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. തങ്ങളുടെ പ്രണയിനിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സഹായിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ ജീവിത പങ്കാളിക്കും വളരെ ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് അകന്നു നിൽക്കാനോ ഒക്കെ സാധിക്കുന്നു. സകുടുംബം തന്നെ അവർക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ കേൾക്കുന്ന ദിവസമാണ്. സമ്മാനമായി വസ്ത്രമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ ലഭിക്കാനിടയുണ്ട് ഇവർക്ക്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ബന്ധുക്കളെല്ലാം തന്നെ കൂടുതൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിലും തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിലുമൊക്കെ അധികം സന്തോഷത്തോടു കൂടി അവരെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ അപകട സംബന്ധമായ കാര്യങ്ങളിലോ കുറച്ച് പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സംഘർഷത്തിന് വഴിയൊരുക്കാത്ത രീതിയിൽ വികാരാധിക്യത്തിൽപ്പെടാതെയുള്ള വർത്തമാനങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങേയറ്റം കരുതലോടുകൂടി ബുദ്ധിപരമായ ഓരോ കാര്യത്തിലും ഇടപെടുക. വ്യാഴം 4ൽ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ രക്ഷ പ്രാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6 ആണ്. കുംഭക്കൂറിലിരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ദോഷങ്ങളേറെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ആഴ്ചയിൽ നോക്കുമ്പോൾ അവർക്ക് തുടക്കം, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വലിയ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോ കൂട്ടു ബിസിനസ്സിൽപ്പെട്ട പങ്കാളികളൊക്കെ തന്നെ ഇവരെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് കാണുന്നു. സാമ്പത്തികമായി തന്നെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സാമ്പത്തികം കിട്ടാൻ തക്കവണ്ണം അവരുടെ സഹകരണം ഉണ്ടാകാം. യാത്ര ഗുണമായി കാണുന്നു. ജീവിത പങ്കാളിയുമൊത്തുള്ള അവരുടെ ഉല്ലാസകരമായ നിമിഷങ്ങൾ ഈ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങളിൽ വളരെ ആനന്ദദായകമായി കാണുന്നു. പ്രണയിനിയെയോ പ്രണയിതാവിനെയോ പരസ്പരം കാണാനുള്ള അവസരം ഉണ്ടാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലോ സന്തോഷകരമായ വർത്തമാനം കേൾക്കാൻ സാധിക്കുന്നു. അതെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങളിൽ വളരെ ഗുണകരമാണ്. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗത്തെ 2 ദിവസങ്ങൾ, അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജലജന്യമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളൊക്കെ ഇവർക്ക് വളരെ ഗുണകരമാണ്. പിതാവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണം കാണുന്നു. അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ഉപരിപഠനാർത്ഥമോ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ വിദേശയാത്രയ്ക്കൊക്കെ അവസരം ഉണ്ടാകുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില നല്ല നീക്കങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങളുടെ തെളിയുന്നതാണ്. ശുക്രൻ്റെ 10ലെ നില അവരുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ മികവ് കാണിക്കുന്നു. ബുധനും കൂടുതൽ സഹായിക്കുന്നു. അതുകൊണ്ട് കർമ്മമേഖലയും സാമ്പത്തിക മേഖലയും ഒരുപോലെ ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാം കുംഭക്കൂറിന് ഈ ആഴ്ച. എന്നാലും മറക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും അകാരണമായ മനോവ്യഥയും ഇവരെ പിന്തുടരും. വാക്ക് വളരെ സൂക്ഷിക്കുക. വിഷം ശരീരത്തിലധികം, അലർജി ശരീരത്തിലധികം ഏൽക്കാതെ നോക്കുക. തൊട്ടടുത്ത് തന്നെ രാഹുവുണ്ട്. രാഹു എന്നാൽ പാമ്പാണ്. അപ്പോൾ വിഷമാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് വിഷം ഉള്ളിലേക്ക് എടുക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31, 1, 2. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായിട്ട് ഇവരെ കൈവിടില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ ജന്മത്തിലെ രാഹുവും 7ൽ നിൽക്കുന്ന കേതുവും 7ാം ഭാവം നേരെ എതിരെ പിടിച്ചൊരു കണ്ണാടിയാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വ്യാഴം എത്ര അനുകൂലമായി അവരെ നല്ല വാക്കുകൾ സംസാരിപ്പിക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുമൊക്കെ ഇടം നൽകുമെങ്കിലും 7ൽ നിൽക്കുന്ന കേതു ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെ അംശങ്ങൾ ഇവരിലേക്ക് ചേർക്കും. സ്വാഭാവികമായും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവിനെയോ അല്ലെങ്കിൽ തങ്ങളുടെ ശുദ്ധിയെയോ മറികടന്നുകൊണ്ട് അശുദ്ധിയും
അബുദ്ധിയും പ്രവർത്തിപ്പിക്കാനുള്ള അവസ്ഥയുണ്ടാക്കും. അത് പലപ്പോഴും ഇവർക്ക് പാരയായി വരാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ഈശ്വരാധീനത്തോടു കൂടി മനസ്സർപ്പിച്ച് ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക. നാവിൽ വികട സരസ്വതി പ്രകടമാകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ആഴ്ചയാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 9ാം ഭാവത്തിലെ ശുക്രൻ്റെയും ബുധൻ്റെയും സഞ്ചാരം ദേവിയുടെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹം ഇവരിലേക്ക് പകർത്തും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉണ്ടെന്ന് പറയാം. പക്ഷേ 10ാം ഭാവത്തിലെ ചൊവ്വയും സൂര്യനും കർമ്മരംഗത്ത് ഇവർക്ക് കഴിവുണ്ടെങ്കിലും സജീവമായി പ്രവർത്തിക്കാനുള്ള മനോധൈര്യമുണ്ടെങ്കിലും ചിലപ്പോൾ ചിലത് പാഴായി പോകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. സ്വന്തം ഇല്ലത്തിൽ തന്നെ, സ്വന്തം കൂട്ടിൽ തന്നെ ചിലപ്പോൾ ശത്രു ഉണ്ടായേക്കാം. അതിനെ തിരിച്ചറിയുക. ബുദ്ധി ആർക്കും കടം കൊടുക്കാതിരിക്കുക. അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി മനസ്സുറപ്പോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. ശരീരത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഹു നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് വിഷമയമായ വസ്തുക്കൾ ശരീരത്തിലേക്ക് കടത്താതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അങ്ങേയറ്റം കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 31, 1, 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷത്തിന് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിലെ വ്രതശുദ്ധി, കറുത്ത വസ്ത്രധാരണം, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കൽ, പ്രകൃതിയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കൽ, തെരുവുനായ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കൽ, അഹങ്കാരമില്ലായ്മ, ഇതെല്ലാം തന്നെ ശനിദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ തന്നെ നീരാഞ്ജനം അർപ്പിക്കുക. വ്യാഴദോഷത്തിനായിട്ട് ഓം നമോ നാരായണായ ജപിക്കുക. നാരായണനെ സ്മരിക്കുക. പാൽപ്പായസ നൈവേദ്യം വ്യാഴാഴ്ച ദിവസം ചെയ്യുക. നെയ്ത്തിരി കത്തിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്. ഓം നമോ നാരായണായ എപ്പോഴും ജപിക്കുക. ഓം നാഗായ നമ ജപിക്കുക. നാഗദോഷത്തിന് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നവരും ജന്മത്തിൽ രാഹു നിൽക്കുന്നവരുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആയില്യത്തിന് 100 പാലും കൊടുക്കുക. മഞ്ഞൾ സമർപ്പിക്കുക. കേതുദോഷത്തിന് ഓം ശ്രീ മഹാഗണപതയെ നമ ജപിക്കുക. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമുണ്ട്. കാരണം ഗ്രഹങ്ങളുടെയും മുകളിലാണ് ഈശ്വരൻ. ഈശ്വരനെ ഭജിക്കുക. കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.